ഹലോ എവരി വൺ, വെൽക്കം ടു ആ ന്യൂസ് സെഷൻ. എൻ്റെ പേര് ജാസിർ. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാവരും തന്നെ CA ഫൗണ്ടേഷൻ ജോയിൻ ചെയ്ത് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോയിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം എന്നല്ല, ഒരു ഇമ്പോർട്ടൻ്റ് പ്രശ്നം തന്നെ പറയാം, അത് നിങ്ങളെ അലട്ടുന്നുണ്ട്. അതൊന്നുമല്ല, CA ഫൗണ്ടേഷൻ്റെതായ പേപ്പർ 2 ആയ ലോ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അഥവാ ഇത് എങ്ങനെ നല്ലൊരു സ്കോറിംഗ് പേപ്പറാക്കി എടുക്കാം, ആ ഒരു പ്രശ്നമാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അതായത് നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി, അതായത് കോൺസെപ്റ്റ് പക്ഷേ ഇത് എങ്ങനെ എഴുതണം, ഏത് രീതിയിലാണ് എഴുതേണ്ടത്, മാർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ എഴുതണം, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ അലട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയാം, നിങ്ങൾ ഈ എല്ലാ പ്രോബ്ലം ഈ ഒരു വീഡിയോയുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ഔട്ട് അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാം, അതായത് മൊത്തത്തിൽ ഇല്ലാതാക്കാം. അതായത് ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടുമിക്ക ലാഗ് അടിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റുഡൻസ് മെയിൻലി ഈ ലോയിൽ മെയിൻലി 3 ടൈപ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 3 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് പ്യുവർലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് മെയിൻലി അതായത് എക്സ്പ്ലെയിൻ, ഡിഫൈൻ, ഡിഫറൻസ് ബിറ്റ്വീൻ എന്നിങ്ങനെയൊക്കെ ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാം. ഇപ്പോൾ 2 മാർക്സ് ആണെങ്കിൽ 2 മാർക്സ്, 4 മാർക്സ് ആണെങ്കിൽ 4, 5 മാർക്സ് ആണെങ്കിൽ 5 മാർക്സ്. ഇഫ് യു ആർ ഹാവിങ് കോൺസെപ്റ്റ്, നിങ്ങളുടെ കയ്യിൽ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കേസ് നിങ്ങൾക്ക് വെറി ഡൗട്ട് ആവേണ്ട ഒരു ആവശ്യമില്ല. സെക്കൻഡ് ടൈപ്പാണ് ഒരു സ്മോൾ സിനാരിയോ തരും, ഒരു ചെറിയൊരു സിനാരിയോ, ചെറിയ സ്റ്റോറി തന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഈ ഫസ്റ്റ് കേസ് റിലേറ്റഡ് ആയിരിക്കും സെക്കൻഡ് കേസ് വരുന്നുണ്ടാവാം. ഡയറക്റ്റ് ചെറിയ ഷോർട്ട് സ്റ്റോറി തന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്തും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊക്കെ ഈ കേസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്കമിങ് സെഷൻസിലായിട്ട് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് പോവാം. തേർഡ് കേസ്, ഇതാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അതായത് ഒരു ബിഗ് സിനാരിയോ, ഒരു വലിയ സിനാരിയോ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ വേണ്ടി പറയും. ഈ ഒരു കേസാണ് നിങ്ങൾ എല്ലാവരും വറീഡ് ആയിട്ടാണ്, ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതെന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസ് മെയിൻലി ഈ ബിഗ് സിനാരിയോ ടൈപ്പ് എന്ത് ചെയ്യാം, 3 സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രൊവിഷനാണ്. അതായത് പ്രൊവിഷനാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഈ പ്രൊവിഷൻ വെച്ചാൽ എന്താണ്, അതായത് വാട്ട് ദ ആക്ട് സേസ്, അത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ ആക്ട്, അതായത് ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് ഏത് ആക്ടാണ്, ഇപ്പോൾ കോൺട്രാക്ട് ആക്ട് ആണെങ്കിൽ കോൺട്രാക്ട് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ട്, ആ ഒരു ആക്ട് എന്താണോ പറയുന്നത് അതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ടെക്സ്റ്റ് ഉള്ളത് പോലെ തന്നെ എഴുതണോ, അത് നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മാർക്ക് കിട്ടോ, എന്തൊരു ഡൗട്ട്. ഒന്നും പേടിക്കണം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ ഓൺ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് കോൺസെപ്റ്റ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ ഓൺ വേർഡ്സിൽ എഴുതാം. പക്ഷെ ഓൺ വേർഡ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോയുടേതായ കീ വേർഡ്സ് എന്തായിരിക്കണം നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമ്മുടെ ആൻസറിൽ ലോൻ്റെതായ കീ വേർഡ്സ് ഉണ്ടായിരിക്കണം. അതായത് ലോൻ്റെ, അതായത് ഓരോ കോൺസെപ്റ്റ് വരുമ്പോൾ അതിൻ്റെതായ ലോൻ്റെ ടേംസ് ഉണ്ട്, കീ ടേംസ് ഉണ്ട്. അത് എന്തുണ്ടായിരിക്കും, നമ്മുടെ ആൻസർ കീഴിലുണ്ടായിരിക്കണം. ഈ കേസ് നമുക്ക് വെരി ഡൗട്ട് ആവണ്ട, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ ചെയ്ത് പോവാം. ഓക്കെ, ഇതാണ് നമ്മൾ പ്രൊവിഷൻ്റെ കേസിൽ വരേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പാണ് അനാലിസിസ് അഥവാ ഫാക്ട്സ്. ഈ അനാലിസിസ് ഫാക്ട്സ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പായ അനാലിസിസും ഫാക്റ്റിലും ഒന്നുമല്ല, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ പ്യുവർ സമ്മറി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ സമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ അനാലിസിസ് എന്ന് പറഞ്ഞ ആൻസറിൽ അനാലിസിസ് ഹെഡിൽ കൊടുക്കേണ്ടത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പാണ് കൺക്ലൂഷൻ. ഓക്കെ, ഈ കൺക്ലൂഷനാണ് നമ്മുടേത് ഫൈനൽ ആൻസർ. അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആണ് കൺക്ലൂഷൻ്റെ ഹെഡിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ, അതായത് ഒരു ബിഗ് സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 5 മാർക്ക് 6 മാർക്ക് ഒരു വലിയ സിനാരിയോ തന്നിട്ട് നമ്മളോട് ആൻസർ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഈ ഒരു 3 സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ അതൊന്നുമല്ല, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ കണക്റ്റ് ആയിട്ടുള്ള ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ട്, കോൺട്രാക്ട് ആക്ട് ആണെങ്കിൽ കോൺട്രാക്ട്, ഈ ഒരു ആക്ട് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് എഴുതേണ്ടത്. ഇതിനകത്ത് തന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഓൺവേഴ്സ്, നമ്മളെ ടെക്സ്റ്റിൽ എന്താണ് മെറ്റീരിയൽ എന്താണോ അതുപോലെ എഴുതുന്ന ഒരു നിർബന്ധമില്ല. നമ്മൾ ഓൺ വേർഡ്സ് എഴുതാം. പക്ഷേ ഓൺ വേർഡ്സ് എഴുതുമ്പോൾ കീവേഡ്സ്, അതായത് ലോൻ്റെതായ കീ ടേംസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ആൻസർ കീയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനാലിസിസ്. ഇതൊന്നുമല്ല, നമ്മുടെ ക്വസ്റ്റിൻ്റെ പ്യുവർ സമ്മറി, ഒരു ഷോർട്ട് സമ്മറി എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തിട്ട് ആൻസർ കീയിൽ ഷെയർ ചെയ്ത് അതിനൊരു ഷോർട്ട് സമ്മറി, അതായത് ക്വസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സമ്മറി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ അനാലിസിസ് എന്ന ഹെഡിൽ കൊടുക്കേണ്ടത്. ഫൈനലായിട്ട് കൺക്ലൂഷൻ. ഈ കൺക്ലൂഷൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ ആൻസർ യെസ് ഓർ നോ, യെസ് ഓർ നോ ടൈപ്പ് ആണെങ്കിൽ യെസ് ഓർ നോ എഴുതുക. ആ ഒരു ഫുൾ, അതായത് ഫൈനൽ ആൻസർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കൺക്ലൂഷൻ എന്ന ഹെഡിൽ കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? നമ്മൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആയില്ലേ? അതായത് എങ്ങനെ എഴുതുന്നത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. അതായത് ഏത് ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇത് ഏത് ചാപ്റ്ററിലാണ് വരുന്നത്. ആ ചാപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ തന്നെ ഏത് കണ്ടന്റ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇപ്പോൾ കോൺട്രാക്ട് ആക്ട് എടുത്തു. കോൺട്രാക്ട് ആക്ടിൽ എക്സാമ്പിൾ നേച്ചർ ലവ് ആൻഡ് അഫെക്ഷനിൽ വരുന്ന ഏരിയ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വിചാരിക്കുക, ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് കണ്ടന്റ് ആയിരിക്കും നമ്മൾ പ്രൊവിഷനിൽ വരുന്നുണ്ടാവുക. ഓക്കെ. ഈ രണ്ട് കാര്യം നമ്മൾ പ്രൊവിഷനിൽ കണ്ടുപിടിക്കണം. ഓക്കെ. നെക്സ്റ്റ് കേസ് പിന്നെ അനാലിസിസ് എന്ന് പറഞ്ഞ പോലെ സമ്മറി എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് സമ്മറി എഴുതിയാൽ പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റുള്ള ആൾ, പേഴ്സൺ, കേസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സമ്മറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി മാർക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാം. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. അതായത് മീൻസ് ഇത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് മനസ്സിലാക്കി ഏത് ടൈപ്പാണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കിയാലോ. ഇവിടെ എന്താ പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇൻ ദ ഫോളോയിങ് എഗ്രിമെന്റ്സ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പം നമ്മൾ ചോദിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഈ തന്നിരിക്കുന്ന രണ്ട് സിനാരിയോയിൽ ഏത് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് വരുന്നതെന്നാണ്. അതായത് രണ്ട് സിനാരിയോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, സെക്കൻഡ് ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് ഒരു സ്മോൾ സിനാരിയോ തന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു കേസ് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ടൈപ്പാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ ഒരിക്കലും ചാടി കയറി എഴുതരുത്. നോക്കണം ഒരു കാര്യം, ഇത് എത്ര മാർക്കിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നോക്കണം. ഇവിടെ തന്നിരിക്കുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം നമുക്ക് ഈസിലി മനസ്സിലാവും രണ്ടിനും 2 മാർക്സ് ഈച്ചാണ് രണ്ടിനും വരുന്നത്. ഇനി അടുത്തൊരു പോയിന്റിൽ ഈ 2 മാർക്ക് നമ്മൾ എത്രത്തോളം എഴുതാം, നേരത്തെ പറഞ്ഞ പോലെ പ്രൊവിഷൻ അങ്ങനെ ബ്രീഫായിട്ട് എഴുതണോ, വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതണം എന്നുള്ളത് ഒന്നും പഠിക്കണ്ട. നമ്മൾ 2 മാർക്കിന് സ്മോൾ 2 മാർക്സിലാണെങ്കിൽ നമ്മളോട് എന്താണോ ചോദിച്ചത്, വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ്, അത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ. ഇവർ ചോദിക്കുക എന്ത് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ്, അത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ. ഇനി നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ആൻസർ ഇവിടെ നോക്കുന്നത്, എ കൂലി ഇൻ യൂണിഫോം പിക്ക് അപ്പ് ദ ലഗേജ് ഓഫ് എ ടു ബി ക്യാരിഡ് ഔട്ട് ഓഫ് ദ റെയിൽവേ സ്റ്റേഷൻ വിത്തൗട്ട് ബീങ് ആസ്ക്ഡ് ബൈ എ ആൻഡ് എ അലൗ ഹിം ടു ഡു സോ. എന്താ പറയുന്നത്, ഒരു കൂലി എൻ്റെ റെയിൽവേ സ്റ്റേഷനുള്ളവരും എൻ്റെ ലഗേജ് എടുത്തിട്ട് എന്ത് ചെയ്യും, പുറത്ത് പോയി വെച്ചു, റെയിൽവേ സ്റ്റേഷന് പുറത്ത് പോയി വെച്ചു. ഈ വെക്കുന്ന ഈ ഒരു പ്രവൃത്തിനെ ഒന്നും എതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അനങ്ങാതിരുന്നിട്ടേ ഉള്ളൂ. ആ കൂലി എടുത്ത് വെക്കുന്നവരെ, അതായത് തിരിച്ച് പുറത്ത് വെക്കുന്നവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് ടൈപ്പ് കോൺട്രാക്ട്, അതായത് ഒരു ആക്ഷനിലൂടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. നമ്മൾ മെയിൻലി 3 ടൈപ്സ് ഓഫ് കോൺട്രാക്ട് പഠിച്ചിട്ടില്ല, ബേസ്ഡ് ഓൺ പെർഫോമൻസ്, ബേസ്ഡ് ഓൺ വാലിഡിറ്റി, അങ്ങനെ പഠിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് കോൺട്രാക്ട് ആണ് എന്ന് ഗസ് ചെയ്യാൻ പറ്റും. യാ, ഇറ്റ്സ് നത്തിങ് ബട്ട് ദിസ് ഈസ്
ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇതെന്താണ്? ഇത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ്. ഇനി അടുത്ത നമ്മൾ ഐഡിയ ആണ് ഇത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന്. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 2 മാർക്സിന് 2 മാർക്സിന് 2 മാർക്ക് നമ്മൾ എത്രത്തോളം എഴുതുന്നില്ല നമ്മുടെ മൈൻഡിൽ വരുന്നത്. നമുക്ക് ചെക്കൗട്ട് ചെയ്യും ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ മെയിനിൽ എഴുതും. മെയിനിൽ നമ്മളൊരു ക്ലൻലെസ് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യും, എപ്പോഴും ആൻസറിൻ്റെ പേജിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ എഴുതേണ്ടത് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ട് അണ്ടർലൈൻ കൊടുക്കുക. കാരണം ഈ പേജിൽ നമുക്ക് പറഞ്ഞത് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പാരഗ്രാഫ്, അതായത് ഒരു മാർജിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എപ്പോഴും ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 എ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയല്ലേ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1 എയുടെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മാർജിൻ്റെ ഔട്ടർ കോളത്തിൽ എന്ന് എഴുതി സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യും. ഇത് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്നല്ല, അതങ്ങനെ തന്നെ എഴുതാം. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ ദിസ് ഈസ് എ കേസ് ഓഫ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഓക്കെ, ഇങ്ങനെ എഴുതി നമുക്ക് എന്താണ് ഹെഡിങ്, അതായത് ഇതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ടിൻ്റെ കേസാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംഭവം, ഈ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ടിനെ ഡിസ്ക്രൈബ് ചെയ്യണം. നമ്മുടെ എക്സ്പ്ലെയിൻ ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഓൺ വേർഡ്സിൽ നേരത്തെ പറഞ്ഞ ഒരു ഓൺ വേർഡ്സിൽ എഴുതാൻ, പക്ഷെ എന്തായാലും നമ്മുടെ കീ വേർഡ്സ് എന്തായിരിക്കണം, ആൻസർ കീയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് എഴുതാലോ. These are contracts that comes into existence by implication. അതായത് ബൈ ഇംപ്ലിക്കേഷൻ ഇതെന്താണ്, ഒരു ലോഡ് ടേം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആൻസർ കീ ഉണ്ടായിരിക്കണം, നമ്മൾ ഓൺ വേർഡ്സ് എഴുതണമെങ്കിൽ തന്നെ നമ്മൾ കീ വേർഡ്സ് ഉണ്ടായിരിക്കണം. ഈ ബൈ ഇംപ്ലിക്കേഷൻ ലോൻ്റെ ടേമാണ്. അതായത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മെയിൻലി ബൈ ആക്ഷൻ ഓർ കോർട്ട് ഓഫ് ലോ. അതായത് നിയമം പറയും, ഇപ്പോൾ കോടതി പറയുന്നത് ഈ ഒരു രീതി, ഒരു കോടതി ഒരു സൈഡ് പാസ്സാക്കുന്ന ബിൽ അത് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മൂലം കോൺട്രാക്ട് ആകുന്ന കേസാണ് മെയിൻലി ബൈ ഇംപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വന്നാൽ എന്താണ്, ഇതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് നമുക്ക് എഴുതാം. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. പക്ഷെ ഇത്ര അടുത്ത ദിവസം ഇത്ര മാത്രം എഴുതിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് എന്റെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 2 മാർക്സ് അല്ലേ പറഞ്ഞത്, 1 2 മാർക്സ് 2 മാർക്സ് അല്ലേ. പക്ഷെ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്കാകെ 1 മാർക്കേ കിട്ടത്തുള്ളൂ. നമുക്ക് ഇതിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ്, unless there is a word that is against, sorry, unless a word is made against the act, it is said to be implied. അതായത് ഈ ഒരു പ്രവൃത്തി, ഈ ഒരു ആക്ടിനെ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞതുപോലെ എന്താ ഒരു കൂലി എന്താ ചെയ്യേണ്ടത്,
ലഗേജ് എടുത്തിട്ട് പുറത്ത് വെക്കല്ലേ ചെയ്തത്, റിസേഷനിൽ പുറത്ത് വെക്കല്ലേ ചെയ്തത്. അതിനെതിരെ ഈ പുറത്ത് വെക്കുന്ന ഈ ലഗേജ് എടുക്കുമ്പോൾ ഈ എൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വാക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു ചെയ്തു, അതായത് ആ ഒരു പ്രവൃത്തിക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമുക്ക് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് അൺലെസ് ദർ ഇസ് എ വേർഡ്, അതായത് ഈ വേർഡുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ആക്ടിനെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് സ്ഥിരീകരിക്കാം. എന്താണ് അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയാം. ഇനി എന്ന് മാത്രം എന്താണ്, ഹെൻസ് A must pay for service rendered by കൂലി. അപ്പം ഈ ഒരു കേസിൽ എ എന്ത് ചെയ്യണം, ആ കൂലിക്ക് നാച്ചുറൽ കോസ്റ്റിൽ അതായത് കേസ് എത്രയാണോ പൈസ വേണ്ടത് ആ പൈസ എന്ത് ചെയ്യണം, ഈ എ എന്ന് പറഞ്ഞ വ്യക്തി കൂലിക്ക് കൊടുത്തിരിക്കണം. കാരണം ആള് ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആ കൂലി എന്തെങ്കിലും പറഞ്ഞത്, ലഗേജ് എടുക്കുമ്പോൾ എന്താ ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല. ആ ലഗേജ് എടുത്ത് പുറത്ത് വെക്കുന്ന ആ ഒരു ആക്ഷനെ എതിരായിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറി എന്ത് ചെയ്യണം, ആ കൂലിക്ക് അതിൻ്റെതായ ക്യാഷ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കണം. ഇത്രയും എഴുതിക്കാൻ നമുക്ക് എന്താ, ഇതിനൊരു 1 മാർക്കും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്സ്. ഈ ഒരു കേസിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കേസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 2 മാർക്സിന് എഴുതിയാൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് അത് മാത്രമാണ് നമ്മൾ എന്ത് എഴുതിയത്, ഇതിനെ ആൻസർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് നോക്കിയല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഒന്ന് കമൻറ്റും ചെയ്താൽ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, A contracted the B, owner of the factory, for the supply of 10 tons of sugar, but before supply is effected, the fire caught in the factory and everything was destroyed. എന്താ പറയുന്നത്, ബി എന്ന് പറഞ്ഞൊരു ഫാക്ടറിയുടെ ഓണറാണ്. ഈ ബിനോട് എന്ത് ചെയ്തു, 10 ടൺ ഷുഗറിന് ഓർഡർ ചെയ്തു. പക്ഷേ സപ്ലൈ എഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു, ഫാക്ടറി ഫയർ വന്നത് എന്ത് ചെയ്തു, തീ വന്ന് എല്ലാം നശിച്ചുപോയി, ഫാക്ടറി നശിച്ചുപോയി. എങ്ങനെയാണ് ഇത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഗസ് ചെയ്യാൻ പറ്റുക, അതായത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പിന്നീട് എന്താ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറി ആ കോൺട്രാക്റ്റ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? യാ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോയിഡ് കോൺട്രാക്ട്. ഇതെന്താണ്, വോയിഡ് കോൺട്രാക്റ്റ് ആണ്. കാരണം ഇത് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വോയിഡ് കോൺട്രാക്ട് എന്ന് മനസ്സിലായി. ഇതെങ്ങനെ ആൻസർ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോറി, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഹെഡിങ്ങിന് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ എഴുതുന്നില്ല. ഇവിടെ നിന്ന് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1A തന്നെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്തായിരുന്നു, നമ്മൾ എന്താ ആൻസർ കൊടുത്തത്, വോയിഡ് കോൺട്രാക്റ്റിന് എഴുതാം or this is a case of void contract. എഴുതിയില്ലേ, ഇങ്ങനെ എഴുതി നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് അണ്ടർലൈൻ ചെയ്തു. ഇതൊരു വോയിഡ് കോൺട്രാക്റ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വോയിഡ് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ എഴുതണ്ട, കാരണം എന്നാലും നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. Contract which ceases to be enforceable by law becomes void when it ceases to be enforceable. ഇതാണ് എന്ത്, വോയിഡ് കോൺട്രാക്ട് ഡെഫിനിഷൻ. നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഈസി ആയിരിക്കും. പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഡെഫിനിഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചില ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് എഴുതി കഴിയാൻ നല്ലതാണ്. നമ്മളെപ്പോൾ ഓൺവേർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ചൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ പ്യൂർ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താണ്
നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വോയിഡ് കോൺട്രാക്ട് ഡെഫിനിഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആൻസർ എഴുതുമ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യിച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് ഫെയറബിൾ. കാരണം നമ്മൾ കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാല്യൂഷൻ ടീംസിന് അത് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. കാരണം അവർ കരുതുന്നത് ആൾക്ക് എന്തൊക്കെയോ അറിയാം, നല്ല രീതിയിൽ അറിയാം. ഓക്കെ, നമ്മൾ ഇത് എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു ഇത്ര എഴുതിക്കാൻ നമുക്ക് എന്തായി 1 മാർക്കേ കിട്ടത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 എത്രയാണ്, 2 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലേ. ഇത്ര എഴുതിക്കാൻ നമുക്ക് എന്താണ് 1 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ചും കൂടിയും ഡെഫിനറ്റ് ഹെൽപ്ഫുൾ ഡിഫൈൻ ചെയ്യാം. എന്താണ്, ഹെൻസ് void contract are those which are not enforceable by court of law. ഇത് പ്രകാരം അതുകൊണ്ട് തന്നെ വോയിഡ് കോൺട്രാക്ട് എന്നാണ് നിയമം പറയുന്നത്. വോയിഡ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇത് എഴുതിക്കാൻ നമുക്ക് എന്താ എക്സ്ട്രാ 1 മാർക്ക്, ടോട്ടൽ നമുക്ക് എന്ത് ചെയ്തു 2 മാർക്ക് ഈസിലി വി ക്യാൻ സ്കോർ. അപ്പോൾ ഇത്രയും കേസ് നമുക്ക് എന്ത് ചെയ്താൽ ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്പർ 1 കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ ആൻസർ കീ എങ്ങനെ വരും നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആൻസർക്ക് എങ്ങനെ എഴുതി നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് നമ്മൾ എഴുതി. ആൻഡ് എ മസ്റ്റ് പേ ഫോർ സർവീസ് ഓഫ് ദ കൂലി ഡീറ്റെയിൽഡ് ബൈ ഹിം. ആ കൂലി എന്താണ്, ആ കൂലിക്ക് എന്താണ് പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ ഈ കേസ് നേരത്തെ ആൻസർ കീട്ട് താഴെയായിട്ട് എഴുതി. പക്ഷേ നോവൽസ് അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എഴുതുന്നതുകൊണ്ട് ഒരു കേസും ഇല്ല, നമുക്ക് എഴുതാം. ഓക്കെ, എന്താ എഴുതുന്നത്, ഇവർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിന് എഴുതിയിട്ട് സെമി കോൺട്രാക്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ എഴുതുന്നത്, ഇംപ്ലൈഡ് കോൺട്രാക്ട് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ഇംപ്ലിക്കേഷൻ. അതായത് പറഞ്ഞില്ലേ, ഈ ബൈ ഇംപ്ലിക്കേഷൻ ഒരു കീ ടേം ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതൊരു ബോക്സിൽ വെക്കാം. മോസ്റ്റ് ഓഫൺ ബൈ ഇംപ്ലിക്കേഷൻ ഈസ് ബൈ ലോ ആൻഡ് ഓർ ബൈ ആക്ഷൻ. നമ്മൾ നേരത്തെ ബ്രാക്കറ്റ് എഴുതിയിട്ടില്ലേ, ദാറ്റ് ഈസ് മെയിൻലി ബൈ ആക്ഷൻ ഓർ കോർട്ട് ഓഫ് ലോ. നിയമം പറയുകയാണോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രവൃത്തി ഉണ്ടോ, ഇതാണ് ഇംപ്ലിക്കേഷൻ വരുന്നത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് വരുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, സെക്ഷൻ 9 ഓഫ് ദ ആക്ട് കണ്ടംപ്റ്റ്സ് സച്ച് ഇംപ്ലൈഡ് കോൺട്രാക്ട് ലേസ് ഡൗൺ ദാറ്റ് in so far as such proposal or acceptance is made otherwise than in words the promise is said to be implied. അതായത് ആ ഒരു പ്രവൃത്തിക്കെതിരെ മറ്റൊരു പാർട്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെതിരായിട്ട് മറ്റൊരു പാർട്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്ട് ഇംപ്ലൈഡ് കോൺട്രാക്ട് സ്ഥിരീകരിക്കും. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലഗേജ് എടുക്കുമ്പോൾ ഒന്നും പറയാത്തത് കൊണ്ടാണ് ഇത് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആയിട്ട് സ്ഥിരീകരിച്ചത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് എടുക്കരുത്, ഞാൻ ക്യാരി ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അത് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അവിടെ അതിനെതിരായിട്ടൊരു വാക്കുകൊണ്ട് ഒരു കാര്യം ഒരു പ്രവൃത്തി ചെയ്തു, ഇത് എടുക്കരുത് എന്ന് പറഞ്ഞു. ഒന്നും പറയാത്തത് കൊണ്ടാണ് ഇതിനത് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആയത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, പറയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം, കൂലിക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. സെക്കൻഡ് കേസ് എന്താണ്, ദ എബോവ് കോൺട്രാക്ട് ഈസ് എ വോയിഡ് കോൺട്രാക്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഫയർ വന്നത് കൊണ്ട് ആ കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് വോയിഡ് കോൺട്രാക്ട് സ്ഥിരീകരിച്ചു. വോയിഡ് കോൺട്രാക്ട് ഹെഡിങ് കൊടുത്തു. സെക്ഷൻ 2J വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെക്ഷൻ അറിയാമെങ്കിൽ മാത്രം, ഇപ്പം നമുക്ക് 100% ഷുവറാണ് ഇത് സെക്ഷൻ ഇതിൻ്റെതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സെക്ഷൻ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിപ്പോൾ സെക്ഷൻ എഴുതിയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ദർസ് എ ചാൻസ് ആർ യു വിൽ ലൂസ് മാർക്ക് വെറുതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുന്ന പോലെയാണ്. അപ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് സെക്ഷൻ ഉറപ്പാണ് എന്ന് അറിഞ്ഞാൽ മാത്രം, അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഇത് എന്നറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ സെക്ഷൻ കോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്ഷൻ അറിയില്ല വിട്ട് വെറുതെ നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് മാർക്ക് നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ അപ്പോൾ സെക്ഷൻ ഇവിടെ സെക്ഷൻ 2J എന്ന് പറഞ്ഞു, എ കോൺട്രാക്ട് ഈസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് വെൻ ഈസ് ടു ബി എൻഫോഴ്സിബിൾ. നമ്മൾ എന്ത് ചെയ്തു, വോയിഡ് കോൺട്രാക്റ്റിന് ഡെഫിനിഷൻ കൊടുത്തു. ഓക്കെ, ദസ് എ വോയിഡ് കോൺട്രാക്ട് ഈസ് വൺ which cannot be enforced by court of law. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, വോയിഡ് കോൺട്രാക്ട് എന്നാണ് കോർട്ട് ഓഫ് ലോ എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആൻസർ കീയിൽ വരുന്നത്, സജസ്റ്റഡ് ആൻസറിൽ വരുന്നത്. നമ്മൾ എഴുതുമ്പോൾ ഏതും കണക്റ്റഡ് തന്നെയാണ്. ഓക്കെ, എന്താണ്, അപ്പോൾ ഇങ്ങനെ എഴുതിക്കാണെങ്കിൽ ഇതിന് 2 മാർക്സ് പ്ലസ് ഇതിന് 2 മാർക്സ് ടോട്ടൽ എന്ത് ചെയ്യാം, ഈസ് നമുക്ക് എന്ത് ചെയ്യാം 4 മാർക്ക് സ്കോർ ചെയ്യും. ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റൻ ആണ്, നേരത്തെ പറഞ്ഞ സെക്കൻഡ് കേസായ സ്മോൾ സിനാരിയോ വന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ചെയ്താൽ മതി, നമുക്ക് എന്താ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാം. വെറുതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ കോൺസെപ്റ്റ് അറിയാൻ വെച്ചിട്ട് വെറുതെ ചിന്തിച്ച് കാട് കയറണ്ട.
നമുക്ക് അറിയുന്നുണ്ടോ അത് മാത്രം മതി. വെറുതെ ഓവർ പോയാണ് ചിന്തിച്ചിട്ട് ഉള്ളിൽ നിന്ന് കൂടി നമ്മൾ കളയാൻ നിൽക്കരുത്. ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ലോ മെയിൻലി പഠിക്കാം. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്കിവിടെ ക്ലാസ് നടക്കല്ലേ ഇന്ന്. ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ലോ പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡെയിലി പറ്റുമെങ്കിൽ ഇപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇന്ന് മാത്സ് ആണ് നമ്മൾ ക്ലാസ്, അല്ലെങ്കിൽ ഇന്ന് അക്കൗണ്ട്സ് ആണ് ക്ലാസ്സെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ക്ലാസ് കഴിഞ്ഞാൽ മീൻസ് ആ ഒരു വർക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലോ പഠിക്കാൻ വേണ്ടി നോക്കും. ലോക്ക് എന്ത് ചെയ്യാം, മിനിമം 30 minutes to 1 hour എന്ത് ചെയ്യണം, നമ്മൾ ലോക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. ലോ പഠിക്കാൻ അങ്ങനെ ബെനിഫിറ്റ് മാത്രമല്ല, നമ്മൾ ലോ ഒരിക്കലും വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ വായിച്ച് പഠിക്കാണ്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് നോട്ട് കീപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചാപ്റ്റർ എഴുതി. ഇപ്പോൾ നമുക്ക് എക്സാം ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകാം. നമ്മൾ എന്ത് ചെയ്യാം, പുതിയ നോട്ട് വാങ്ങിയിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്നാൽ നമ്മൾ ചാപ്റ്റർ ഹെഡിങ് യൂണിറ്റ് 1 നമ്മൾ എന്ത് ചെയ്യുന്ന പഠിക്കാൻ വേണ്ടി പോകുന്ന. യൂണിറ്റ് 1 നമുക്ക് എന്താ ഇതിൻ്റെ കീവേഡ്സ്, ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പറയുന്നത്, കീവേഡ്സ് നമ്മൾ എഴുതും. എന്തൊക്കെയാണ് പറയുന്നത്, എക്സാക്റ്റ് പറഞ്ഞാൽ പ്രപ്പോസലിനെ കുറിച്ച് പറയുന്നുണ്ട്, എഗ്രിമെൻ്റ് എന്താണ് പറയുന്നുണ്ട്, പിന്നെ എന്താ പറയുന്നത്, അങ്ങനത്തെ കേസ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, അങ്ങനത്തെ കേസസ് ഒക്കെ. അതിങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഇതിൻ്റെ ഇതൊക്കെ സ്മോൾ ഡെഫിനിഷൻസ്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻസ് എഴുതി വെക്കുക. കാരണം പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇത് തന്നെ റെഫർ ചെയ്ത് പോയാൽ നമുക്ക് ഇതായിട്ട് ബെനിഫിറ്റ്. നമ്മൾ ICA മറ്റും നോക്കുന്നതിന് പുറമെ നമ്മൾ സെൽഫ് മെയ്ഡ് നോട്ടാണ് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ. കാരണം റിവിഷൻ ടൈം നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു നോട്ട് എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആടാ. കാരണം നമ്മൾ വെറുതെ ടെക്സ്റ്റ് വായിച്ച് നോക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഇങ്ങനെ ഷോർട്ട് നോട്ട് എഴുതി നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുള്ളൂ. ഇനി അങ്ങോട്ട് അടുത്ത സെഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്തു തന്നെ. സോ ദിസ് ഈസ് ജാസിർ സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.